കപ്പിൾ ഗോൾസ് റീൽസ് ഒക്കെ സ്ഥിരമായിട്ടിരുന്ന അല്ലെങ്കിൽ ഒരു ഡെയിലി ലൈഫിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും ഈ പല്ലേപ്പും കുളിയും കക്കൂസിപ്പോക്കും ഒഴികെ ബാക്കി എല്ലാ കാര്യങ്ങളും സോഷ്യൽ മീഡിയയിൽ ഇരുന്ന ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട്. പിന്നെ ഓരോ പ്രൈവസി എന്ന് പറഞ്ഞ വീടുണ്ടല്ലോ, ആ വീടിന്റെ എല്ലാ പ്രൈവസിയും കളഞ്ഞുകൊണ്ട് എല്ലാ ഭാഗത്തും എല്ലാ വീട്ടിലുള്ള ആൾക്കാരെ ഉൾപ്പെടുത്തിക്കാണ്ട് ഒരു കണ്ടന്റ് മെനക്കെട്ട് ക്രിയേറ്റ് ചെയ്യണം. നാട്ടിലുള്ള എല്ലാ ജനങ്ങൾക്ക് ഊരെങ്ങനെ കുലുക്കി കാണിച്ചു കൊടുക്കുന്ന ഈ ചേമ്പർസ് ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ടല്ലോ, ഇവരെ നന്നായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങളുടെ വീട്ടിൽ കുട്ടികളോ അല്ലെങ്കിൽ അനിയത്തിമാരോ അനിയന്മാരോ ഇവരൊക്കെ ഉണ്ടെങ്കിൽ ഇവർ ഈ പറഞ്ഞ ഇൻഫ്ലുവൻസേഴ്സിനെ ഫോളോ ഉണ്ടോ എന്ന് നിങ്ങൾ നന്നായിട്ട് നോക്കുക. കാരണം ഇതൊക്കെ ഇപ്പോൾ കണ്ടു വളർന്ന കുട്ടികൾക്ക് ഇപ്പോൾ ഒരു കല്യാണപ്രായം ആയാലും കാരണം ജീവിതത്തിൽ ശരിക്കും ഒരു ഹസ്ബൻഡിന് വേണ്ടി ക്വാളിറ്റി എന്താണെന്ന് പോലും അറിയാണ്ട് ഓരോ കൂടെ കല്യാണം കഴിഞ്ഞാൽ ഓരോ കൂടെ നിങ്ങളുടെ റീൽ എടുത്താൽ മതി എന്ന് വിചാരിക്കുന്ന കുറെ പെൺകുട്ടികളുണ്ട്. അതിനായിട്ട് കല്യാണം കഴിക്കുന്ന ആൾക്കാരുണ്ട്. കാരണം ഒരു നോക്കും ഇപ്പൊ ഞാൻ കല്യാണം കഴിഞ്ഞാൽ എനിക്ക് റീൽ ഇടാനും എനിക്ക് ഇങ്ങനെ ഇതിനൊക്കെ സപ്പോർട്ട് ഇവരെ വിചാരത്തൊക്കെയാണ് ഫ്രീഡം. ഈ ഫ്രീഡത്തിനൊക്കെ നിന്ന് കൊടുക്കുന്ന ഒരാളാണോ ഇത് മാത്രമേ നോക്കുള്ളൂ. ഇതാണ് ഇവർ വിചാരം ഒരു ഹസ്ബൻഡിന് ഒരു മെയിൻ ക്വാളിറ്റി ഇതാണ്. നിങ്ങൾ ഓൾറെഡി കല്യാണം കഴിച്ച ആളാണെങ്കിൽ നിങ്ങളിപ്പോൾ ഒരു ഹസ്ബൻഡാണ്, ഹസ്ബൻഡിനോട് അടുക്ക് പറയാനുള്ളത് നിങ്ങൾ പാർട്ണർ നിങ്ങളോട് വന്നിട്ട് ഇങ്ങനെ നമുക്ക് രണ്ടാൾക്കും ഈ കാലിങ്ങനെ രണ്ടും മടക്കി ബാക്കിക്ക് മടക്കുന്ന ഒരു റീൽ അങ്ങോട്ട് എടുക്കുക എന്ന് പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ എ റഹ്മാന്റെ ബീജം ഇട്ടുങ്ങാണ്ട് ഞാൻ ഇങ്ങനെ റൗണ്ട് മൊത്തം ചുറ്റപ്പം എന്റെ മേത്തേക്ക് ഇങ്ങനെ പൂവിട്ട് ഇങ്ങനെ ഇടം തന്നെ കല്ലെടുത്താണ്ട് എറിഞ്ഞുകൊണ്ട് ഒരിക്കലും സമ്മതിക്കരുത്. ഇതിച്ചൊരു കാര്യം മനസ്സിലാക്കണം, ഓൾ എന്റേതാണ്, നാട്ടുകാരല്ല. ഓളുടെ ആഗ്രഹങ്ങളൊക്കെ നടത്തി കൊടുക്കുക എന്നുള്ളത് ശരിയാണ്. പക്ഷെ ഓളെ ശരിയായ ആഗ്രഹങ്ങൾ ഏതാന്നുള്ളത് നോക്കേണ്ട കടമ എനിക്ക്. അതിന് പോലും ബുദ്ധിയില്ലാത്ത പാൽപ്പൊടികളാണ് ഇപ്പൊ കല്യാണം കേൾക്കുന്നത്. നിങ്ങളൊന്നും ആലോചിക്കുക, പെണ്ണ് കെട്ടുന്ന അന്ന് വരെ ഓള് നല്ല പ്രൈവസി ആയിട്ട് ഓൻ്റെത് മാത്രമാവാൻ പോണ ഒരു പെണ്ണ്, എന്നാലോ കിട്ടിക്കഴിഞ്ഞാലോ ഉടനെ റീലൊക്കെ എടുത്തുകൊണ്ട് നാട്ടുകാർക്ക് സമർപ്പിക്കാൻ പോണ ഒരു പെണ്ണ്. പിന്നെ എന്തിനാ പെണ്ണിട്ടത്? നാട്ടുകാർക്ക് സമർപ്പിക്കാനാണ്, നാട്ടുകാർക്ക് കാണിച്ചു കൊടുക്കാൻ, നാട്ടുകാരെ സുഖിക്കാൻ. കണ്ണി കണ്ട ആപ്പൂപ്പ ഫെമിനിസ്റ്റ് ഇൻഫ്ലുവൻസേഴ്സിനൊക്കെ കണ്ട് പഠിച്ചുകൊണ്ട് ഒരു ഡേ മാതിരി ഇങ്ങനെ പിന്നാലെ പോണവർക്കൊന്നും ഒരു വാണിംഗ് എന്നുള്ള രീതിയിലൊന്നും അയച്ചു കൊടുക്കും.